ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പായിരുന്നു ഇന്നലെ 3-day വർക്ക്ഷോപ്പാണ്. ഇത് 2 ദിവസത്തെ വീഡിയോ ആണുള്ളത്. നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയലും പിന്നെ വയറും ആയിരുന്നു. അത് വെച്ചിട്ട് വയർ മെയിനായിട്ട് നിർത്തിയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. പക്ഷേ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ബേസ് വയർ കൊടുത്തിട്ട് ബാക്കിയൊക്കെ കവർ ചെയ്ത് വേറെ സസ്റ്റൈനബിൾ ഫാബ്രിക്കും അതും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെയാണ് സാറ് വന്നിട്ട് പറയുന്നത് വയറാണ് മെയിൻ ഹൈലൈറ്റ്, അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും സെക്കൻഡ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമേ ചെയ്തവരൊക്കെ അതിന് പുറത്തൂടെ വയർ ചുറ്റി അത് അഡ്ജസ്റ്റ് ചെയ്ത്. ഈ കാണുന്ന കിളിയാണ്. ഇതിന് എന്ത് പറയും, എന്ത് ജീവിയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കിങ്ഫിഷറിനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്കൊരു പഴയ സിസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് എടുത്ത് വയർ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് കോട്ടൺ തുണിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലായിരുന്നു ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്തോ ഒരു ഇതാക്കി എടുത്തപ്പോൾ ഒരു കിളി ആയി മാറി. സത്യം പറഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഐഡിയ. ഈ കാണുന്ന പിങ്ക് കോട്ടൺ തുണി വെച്ചിട്ട് ചെയ്തേക്കുന്ന മരം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ സാറിന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല. സാർ പറഞ്ഞാൽ അതിൽ സ്ട്രെങ്ത് കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും പരാതി. ആരാണ് എന്റെ പൂമരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത്? രാക്ഷസൻ വന്നിരിക്കുന്നു. അതുപോലെ കുട്ടികളുടെ ഡ്രാമയ്ക്കൊക്കെ നമ്മൾ സ്റ്റേജ് ഡിസൈൻ ചെയ്തിട്ടില്ലേ? സാർ കുറച്ച് നേരം അതൊക്കെ കൈ വെച്ചിട്ട് ട്രോൾ ചെയ്തിട്ട് വേറെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ഡേ. ഞാൻ വീഡിയോ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.